വെറുതെ ഇരിക്ക്. നല്ല അസൽ അടി വെച്ചിരുന്നു ഞാൻ. ഓരോ തോന്നിയ ദിവസം കാണിച്ചു വെച്ചിട്ട് കുറുമ്പ് കാണിക്കാം. ഇതിലും ഭേദം ഒരു കത്തിയെടുത്ത് മേലാ സകലം കുത്തി കീറല്ലായിരുന്നോ? കണ്ടില്ലേ, കലം അടച്ചിട്ട് കാടം പൂച്ച ഇരിക്കണ പോലെ ഇരിക്കണത്. കൊള്ള ലക്ഷണം അത്. പണ്ടൊരിക്കൽ പറഞ്ഞില്ലേ നീ, തൃശൂർ പൂരത്തിന്റെ അന്ന് തിടമ്പെടുത്ത് നിൽക്കുന്ന തൃപ്രയാർ കേശവനെ പറ്റി? വാലിലെ ഒരു രോമം വെട്ടിക്കെട്ടി, ഒരു മോതിരം വളച്ചു കെട്ടി, മനസ്സിന്റെ പേടി മാറ്റാൻ, ജീവിതത്തിൽ ഒരു മോക്ഷം ഉണ്ടാവാൻ എന്നൊക്കെ പറഞ്ഞില്ലേ നീ? ആ കേശവന് മതം പൊട്ടിച്ചാൽ പേടിക്കോ നീ? പേടിക്കോ നീ? മതപ്പാടെടുത്ത് പാപ്പാനെ ചവിട്ടിക്കൊന്ന് ചിഹ്നം വിളിച്ച് അതെങ്ങനെ നിന്റെ നേരെ നടന്നു വരുമ്പോ പേടിച്ചോടിക്കളയോ നീ? ഇല്ല ഇല്ല ഏട്ടാ. പിന്നെന്ത് ചെയ്യുന്നേ? വിളിക്കും ഞാൻ ഉറക്കെ, സ്നേഹത്തോടെ, ശാസനയോടെ, കേശവാന്ന്. അപ്പോ അടങ്ങിക്കോളും, അനുസരണ കാട്ടിക്കോളും. കാട്ടില്ലാച്ചാല് പിന്നെ കൊല വിളിച്ചാല്? തൃശ്ശൂരിലെ മണ്ണൂത്തിന്ന് ഒരു മയക്ക് വെടിക്കാരനെ വരുത്തുക, എന്നിട്ട് ബ്രൂം മധ്യത്തിൽ ഒരൊറ്റ കാശ് ചരിഞ്ഞോളും. ദാ ഇങ്ങനെ നിന്റെ ഈ ഒറ്റ കൊമ്പൻ കുറുമ്പൻ. സാരി ഉടുത്തപ്പോ ഭാമയെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അമ്മേ. ഉണ്ടാവണം. സൂര്യ തേജസ് ഉണ്ടായിരുന്ന നാരായണ പിഷാരടിയുടെ മോളല്ലേ അവള്? പടിയിറങ്ങി പോകുമ്പോ കരഞ്ഞിരുന്നോ അവള്? ഉണ്ടാവണം. വെയിലത്ത് വെച്ച വെണ്ണ പോലെയല്ലേ അമ്മ അവളുടെ മനസ്സ്. എവിടെ പായസം, പ്രഥമൻ? പായസം ഒന്നും വെച്ചില്ല എന്റെ കുട്ടിയെ. പറഞ്ഞില്ലായിരുന്നോ ഞാൻ 4 വട്ടം പായസവും പപ്പടവും ഒക്കെ വിളമ്പണമെന്ന്? ആരാ പറഞ്ഞ വേണ്ടെന്ന്? നിന്നെ പടിക്ക് പുറത്ത് നിർത്തി ആഘോഷിക്കുന്ന ഒരു ചടങ്ങ് എങ്ങനെയൊക്കെ ഏമായിട്ട് നടത്തണ എന്റെ കുട്ടിയെ? വയ്യാണ്ടായിരിക്കണു എനിക്ക്. അല്ലെങ്കിലും നിന്നെ ചൊല്ലി എനിക്ക് കണ്ണീരല്ലാണ്ട് എന്താ ഉണ്ടായേക്കണേ ഇതുവരെ? ഇല്ല. പുരാന ദില്ലിയിൽ ഒരു ചെരുപ്പ് കുത്തിയായി, ഗുരുദ്വാരകളുടെ ഗോപുരം കാക്കുന്ന ശിഖനായി, പല വേഷത്തിൽ, പല അവതാരത്തിൽ, പലയിടങ്ങളിലായി 5 കൊല്ലക്കാലം തെണ്ടി നടക്കുകയായിരുന്നു ഞാൻ. അതിനിടയ്ക്ക് ഓർക്കാൻ കഴിഞ്ഞില്ല. ഓർക്കണോ എന്നോട്? എന്തായിരുന്നു മീരയുടെ അവസ്ഥ? മരിക്കാൻ ഒരുങ്ങിയതാ. ഒന്നല്ല, ഒരു 100 വട്ടം. സമ്മതിച്ചില്ല ഈശ്വരന്മാര്. തൊട്ടുപോരുത് എന്റെ ഏട്ടനെ. ആരും അലറി വിളിക്കണ്ട. ഒരുമിച്ച് ജീവിക്കാൻ പോവാ ഞങ്ങള്. ഒരിക്കൽ എന്നെ പെരുവഴിയിൽ ഉപേക്ഷിച്ചു പോയതാ. ഇനിയും അങ്ങനെ ഉണ്ടാവുക വെച്ചാ
ഒരു കഷ്ണം കയറിന്റെ തുമ്പത്ത് കിടന്നാടും ഈ വീര.